നമ്മൾ അബ്രാഹത്തിലേക്ക് വരുമ്പോൾ അബ്രാഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് സ്വന്തമായി പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് അറിയാമോ? മോശയോട് പറഞ്ഞു, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. ദൈവത്തിന് താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ അഡ്രസ് ആവശ്യമുണ്ടോ? ദൈവത്തിന് പറഞ്ഞാൽ പറയായിരുന്നോ, മോശെ, ഞാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാണ്, ഈ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്, ഈ ഭൂമി മുഴുവൻ എന്റേതാണ്, ഞാനാണ് മോശെ നിന്നെ സൃഷ്ടിച്ചത്, ഇങ്ങനെയൊക്കെ പറയാമായിരുന്ന ദൈവം എന്തുകൊണ്ട് ഒരു മനുഷ്യന്റെ പേരെടുത്ത് പറയുന്നു, ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണ്? ഓ, ആ ദൈവത്തിന് എന്തൊരു സന്തോഷമാണെന്ന് പറയുന്നത്. God is so proud to say that I am the God of Abraham. ദൈവത്തിന് എന്ത് സന്തോഷമാണ്, എന്തൊരു അഭിമാനമാണ് ഞാൻ അബ്രാഹത്തിന്റെ ദൈവമാണെന്ന് പറയാനായിട്ട്. എന്തുകൊണ്ടത് പറഞ്ഞു? ചിന്തിച്ചിട്ടുണ്ടോ? അബ്രാഹത്തിന് മുമ്പുള്ള ആബേല് ഒന്നാം തരം ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കുന്നു. ഈനോക്ക് ദൈവത്തോട് കൂടി നടന്നവൻ. നോവ നീതിമാനായ ദൈവം അവനെ മാത്രം രക്ഷിച്ചു, അവന്റെ കൂടെ ഉള്ള കുടുംബത്തെയും. അവരെ ആരെക്കുറിച്ചും ദൈവം പറയുന്നില്ലല്ലോ. അവരുടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞല്ലോ, ഞാൻ നോഹയുടെ ദൈവമാണ്, ഞാൻ ആബേലിന്റെ ദൈവമാണ്, ഞാൻ ഈനോക്കിന്റെ ദൈവമാണെന്ന് പറഞ്ഞില്ലല്ലോ. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നവരാ. ഈനോക്കും നോവായും ആബേലും ഒക്കെ ദൈവത്തെ ആരാധിച്ചിരുന്നവരാ. എന്നാൽ അബ്രാഹത്തെ നിങ്ങൾ നോക്കണം. ജോഷുവ 24:2 വായിച്ചു നോക്കുക. അബ്രാഹാം ദൈവത്തെ ആരാധിച്ചിട്ടില്ല. അബ്രാഹാം ആരാധിച്ചത് അന്യദേവന്മാരെയാണ്. ദൈവത്തിന്റെ ഒന്നാം പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ദൈവം ശപിക്കാനുള്ള ഏക കാരണം സത്യദൈവത്തെ ആരാധിക്കാത്തതിന് ശാപമുണ്ടെന്നാണ് പുറപ്പാട് പുസ്തകം 20 പറയുന്നത്. അത്രമാത്രം തിന്മ ചെയ്യുന്ന തിന്മയുടെ നാടായ മെസ്സൊപ്പൊട്ടേമിയയിൽ നിന്നും അന്യദേവന്മാരെ ആരാധിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തെ ആരാധിക്കാത്ത ഒരു മനുഷ്യനെ ദൈവം വിളിച്ചു. അത് ദൈവത്തിന്റെ സ്നേഹമാണത്. അബ്രാഹാം ഒരു കാര്യം ചെയ്തു. ആ വിളി കേട്ടു. എങ്ങനെ കേട്ടു? അവന്റെ മനസ്സിൽ ഒരു നവീകരണം വരുത്തി. കാരണം ദൈവം പറഞ്ഞു, അബ്രാഹാമേ, നിന്റെ പിതൃഭവനത്തെയും നിന്റെ ബന്ധുമിത്രാദികളെയും നിന്റെ രാജ്യത്തെയും നിന്റെ സമ്പത്തിനെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക. ദൈവം പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നെന്ന്. ദൈവം കാണിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അബ്രഹാം പുറപ്പെട്ടു. He left the security of his life for the insecurity. സുഖമായിട്ട് ജീവിക്കാവുന്ന, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവരും സ്നേഹിക്കപ്പെടുന്ന തന്റെ പിതൃഭവനത്തിലും തന്റെ കുടുംബാംഗങ്ങളോടൊത്ത് താൻ പാരമ്പര്യമായിട്ട് പരിചയിച്ചു പോകുന്ന ആരാധനാക്രമങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആ മനുഷ്യൻ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടാ പോകുന്നെന്ന് അറിയുന്നില്ല. പക്ഷെ ഒന്നറിയാമായിരുന്നു, അവനെ വിളിച്ചവനാരാണ്. Abraham knew who has called him. അതുകൊണ്ട് അവൻ അതെല്ലാം ഉപേക്ഷിച്ചു. മനസ്സിന് നവീകരണം വരുത്തി. പിന്നെ എങ്ങനെ ദൈവം അബ്രാഹത്തെ ഓർത്ത് സന്തോഷിക്കാതിരിക്കും? അതുകൊണ്ടാണ് ദൈവത്തിന് ഇത്ര അഭിമാനം. I am the God of Abraham. ആ വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കളെന്നാണ് വചനം പറയുക. നമ്മളിപ്പം ഞാൻ അബ്രാഹത്തിന്റെ മക്കളാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ ദൈവം അംഗീകരിക്കുന്നുണ്ടോ? ദൈവം അംഗീകരിക്കുന്നത് ഈ അബ്രാഹത്തിന്റെ വിശ്വാസമുള്ളവരെയാണ്. മനുഷ്യൻ അംഗീകരിക്കുമായിരിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവര് ക്രിസ്ത്യാനികളാണെന്ന് മനുഷ്യൻ അംഗീകരിക്കുമായിരിക്കും. കാരണം മനുഷ്യന് വചനം അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അവനങ്ങ് അംഗീകരിക്കുമായിരിക്കും. പക്ഷെ ദൈവം അംഗീകരിക്കുന്നുണ്ടോ നീ ക്രിസ്ത്യാനിയാണെന്ന്?
നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇതിലേക്ക് നോക്കണം. ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ നിത്യമായ ജീവിതത്തിന്റെ പ്രശ്നമാണ് നോക്കണം ഇത്. നമ്മൾ കാരണം മനുഷ്യരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെന്നായി പോകും. പക്ഷെ നമ്മൾ എന്നും എന്നേക്കും നിത്യമായിട്ട് കടന്നു ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. വിൽ ദാറ്റ് ഗോഡ് ലുക്ക് അറ്റ് യു? ഈസ് ഹി പ്രൗഡ് ഓഫ് യു? നിന്നെക്കുറിച്ച് അവൻ അഭിമാനിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് അവൻ നിന്നെക്കുറിച്ച് അഭിമാനിക്കണം? അവൻ പറയുന്നത് നീ കേൾക്കാൻ സന്മനസ്സാണെന്ന് നീ കാണിക്കുമ്പോൾ, അബ്രാഹത്തെ പോലെ നിന്റെ മനസ്സിൽ നിന്നും നീ കെട്ടിവെച്ചിരിക്കുന്ന നിന്റേതായ വിശ്വാസങ്ങളും ബോധ്യങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിച്ചിട്ട് അതൊന്നും ഒത്തുപോകുന്നില്ലെങ്കിൽ ആരെയും ഭയപ്പെടാതെ അതെല്ലാം മാറ്റിയിട്ട് ദൈവവചനത്തെ മുറുകെ പിടിച്ച് ദൈവം വിളിക്കുന്ന വിളിയിലേക്ക് വരുന്നവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അബ്രാഹത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം വിളിക്കപ്പെടുന്നത്. ആ വചനത്തോട് കീഴ്പ്പെടാത്ത ഒരവസ്ഥയാണ് കഠിന ഹൃദയം എന്ന് പറയുക. നമ്മൾ വെളിപാടിന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തില് 9-ാമത്തെ വാക്യത്തില് ഒരു കാര്യം വായിക്കുന്നുണ്ട്. ദൈവം പറയുന്നു, ഒരു കൂട്ടം ജനങ്ങളെ കുറിച്ച്, യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്. They say they are Jews, but they are not. Those who say they are Jews and are not, but are a synagogue of Satan. യഹൂദന്മാരാന്ന് പറയുകയും എന്നാൽ യഹൂദന്മാരല്ലാത്തവര് സാത്താന്റെ സിനഗോഗാണ്. നമുക്കറിയാം, വിശുദ്ധനായ പൗലോസ് യഹൂദനായിരുന്നു. അവൻ യഹൂദനാണെന്ന് അവൻ അഭിമാനിച്ചവനാണ്. ആ യഹൂദന്മാരുടെ ആചാരങ്ങളില് ഒരു സുപ്രധാനമായ ഒരു ആചാരം, അവരഭിമാനിച്ചതും അവർ മുറുകെ പിടിച്ചതും ആയ ഒരു വലിയ ആചാരം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ട അബ്രാഹത്തിന് ദൈവം കൊടുത്ത ഒരു പ്രത്യേകമായ ഒരു കമാൻഡാണ്. അന്ന് അബ്രാഹത്തിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ദൈവവും നീ എന്റെ ജനവും ആയിരിക്കും. അതിന് നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദനം ചെയ്തിരിക്കണം. Every man in your family should be circumcised. Circumcision, പരിച്ഛേദനം. ഇത് തലമുറയായിട്ട് അവരാചരിച്ചു പോകുന്നതാണ്. അബ്രാഹത്തിൻ്റെതായ ദൈവം കൊടുത്ത ആ വാഗ്ദാനത്തിൽ നിലനിന്നുകൊണ്ട് യഹൂദ ജനം അത് തുറന്നുകൊണ്ട് പോകുന്നു. ആ യഹൂദ മതത്തിലെ ഒരു വ്യക്തിയായിരുന്നു സാവൂൾ എന്നറിയപ്പെടുന്ന പൗലോസ്. സാവൂൾ ഇതിനെ മുറുകെ പിടിച്ചവനാണ്. അവന് ക്രിസ്ത്യാനി എന്ന് പറയുന്നവരെ കുറിച്ച് അവന് മനസ്സിലായിട്ടില്ല.